ഹലോ ഗൈസ്, വെൽക്കം ടു മേക്ക് സ്റ്റുഡിയോ. ചരിത്ര വിജയം തന്നെയായിരുന്നു ഇന്നലെ കൊച്ചിയുടെ മണ്ണിൽ ഗോവയ്ക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് നേടിയെടുത്തത്. ആദ്യ പകുതിയിൽ 2 ഗോളുകൾക്ക് പിന്നിൽ പോയ ബ്ലാസ്റ്റേഴ്സ് ഒടുവിൽ ഫുൾ ടൈം വീസിൽ മുഴങ്ങുമ്പോൾ 2-നെതിരെ 4 ഗോളുകളുടെ മികച്ച വിജയമായിരുന്നു നേരിട്ടുണ്ടായിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ISL ചരിത്രത്തിലെ ആദ്യത്തെ 4 ഗോൾ നേട്ടം. ശരിക്കും അതിനിർണായകമായ പോരാട്ടം തന്നെയായിരുന്നു ഇന്നലെ ബ്ലാസ്റ്റേഴ്സ്. നമുക്കറിയാം, തുടർ പരാജയങ്ങൾക്ക് നടുവിലൂടെ നടന്നു നീങ്ങിയ കേരള ബ്ലാസ്റ്റേഴ്സിനെയും പരിശീലകനെയും സംബന്ധിച്ച് അതിനിർണായകമായ പോരാട്ടം തന്നെയായിരുന്നു ഇന്നലെ സ്വന്തം തട്ടകത്തിൽ കരുത്തരായ ഗോവയ്ക്കെതിരെ. ആദ്യ പകുതിയിൽ 2 ഗോളുകൾക്ക് പിറകിൽ പോയ കേരള ബ്ലാസ്റ്റേഴ്സ് അതിമനോഹരമായ തിരിച്ചുവരവ് തന്നെയായിരുന്നു രണ്ടാമത്തെ 45 മിനിറ്റുകളിൽ ചിലവഴിച്ചത്. ബ്ലാസ്റ്റേഴ്സിന് ഇന്നലത്തെ ആ ഒരു മികച്ച പ്രകടനത്തിൽ എടുത്തു പറയേണ്ട 3 വിദേശ താരങ്ങളുണ്ട്. ഡെയ്സുക്കി സക്കായ്, ഡിമിട്രോസ് ഡയമന്തക്കോസ്, ഫെഡോർ ഷെർണിച്ച്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റത്തിലെ 3 പ്രധാനികൾ. ലൂണ ഒഴിച്ചിട്ട് പോയ മധ്യനിരയിലെ കരുത്തൻ ഡെയ്സുക്കി സക്കായി ആണെങ്കിൽ മുന്നേറ്റ നിരയിൽ കേരളയ്ക്ക് വേണ്ടി ഗോളുകൾ അടിച്ചുകൂട്ടാൻ ഫെഡോർ ഷെർണിച്ചും ദിമിത്രോസ് ഡയമന്തക്കോസും. 2 ഗോളുകൾക്ക് ഇന്നലെ ആദ്യ പകുതിയിൽ പിറകിൽ പോയ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇത്തിരിയെങ്കിലും അല്ലെങ്കിൽ ഒരു കംബാക്കിനുള്ള വീര്യം നൽകിയത് ഡെയ്സുക്കി സക്കായി ആയിരുന്നു. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ 51-ാം മിനിറ്റിൽ ഗോവയുടെ ബോക്സിന് വെളിയിൽ വെച്ച് ദിമിത്രോസ് ഡയമന്തക്കോസിനെ ഫൗൾ ചെയ്തതിന് ലഭിച്ച ഫ്രീ കിക്ക് വളരെ മനോഹരമായി തന്നെ അദ്ദേഹം ഗോവയുടെ ഗോൾ കീപ്പർ അർഷ്ദീപിന് ഒരു അവസരവും നൽകാതെ ഗോവയുടെ വലയിലേക്ക് എത്തിച്ചിരുന്നു. സോ ആ ഒരു ഗോളോട് കൂടി തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെ പുത്തൻ ഉണർവ് നമ്മൾ കളിക്കളത്തിൽ കണ്ടത്. ഒപ്പം ആ ഒരു തിരിച്ചു വരവിനുള്ള ഒരു സ്പിരിറ്റ് തന്നെയായിരുന്നു ആ ഒരു ഡെയ്സുക്കി സക്കായ് എഫക്റ്റ്. അതോടൊപ്പം തന്നെ ഒരു അസിസ്റ്റ് നൽകാനും താരത്തിന് സാധിച്ചു. ഇന്നലെ ദിമിത്രോസ് ഡയമന്തക്കോസ് നേടിയ സമനില ഗോൾ അത് ഡെയ്സുക്കി സക്കായുടെ ഒരു ഷോട്ട് ഗോവൻ താരത്തിൻ്റെ ബോക്സിനുള്ളിൽ വെച്ച് ഗോവയുടെ താരത്തിൻ്റെ കയ്യിൽ തട്ടിയതിന് ലഭിച്ച പെനാൽറ്റി ആയിരുന്നു ഡയമന്തക്കോസ് ഗോളാക്കി മാറ്റി. സോ ഇന്നലെ മികച്ച പ്രകടനം തന്നെയായിരുന്നു ഡെയ്സുക്കി സക്കായ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കാഴ്ചവെച്ചത്. ഒപ്പം മികച്ച മുന്നേറ്റങ്ങളും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഡയമന്തക്കോസ് എടുത്തു പറയേണ്ട താരം തന്നെയാണ്. ചെന്നൈയിൻ എഫ്സിക്കെതിരെ പരിക്ക് മൂലം കളിക്കാതിരുന്ന താരം ഇന്നലെ ബ്ലാസ്റ്റേഴ്സ് നിരയിലേക്ക് തിരികെ എത്തി. ഇരട്ട ഗോളോട് കൂടി തിളങ്ങിയ പോരാട്ടം തന്നെയായിരുന്നു. ആദ്യം ഒരു പെനാൽറ്റി സ്കോർ ചെയ്യുകയും പിന്നീട് മുഹമ്മദ് ഐമൻ നൽകിയൊരു പാസ് ഗോവയുടെ മികച്ച ഡിഫൻഡേഴ്സിൻ്റെ ഇടയിലൂടെ അത് ഗോളാക്കി മാറ്റാനും ഡയമന്തക്കോസിന് സാധിച്ചു. എടുത്തു പറയേണ്ട പ്രകടനം തന്നെയായിരുന്നു ഗ്രീക്ക് താരം ഇന്നലെ ബ്ലാസ്റ്റേഴ്സ് നിരയിൽ കാഴ്ചവെച്ചു. പ്ലെയർ റേറ്റിംഗ് വളരെ മികച്ച തന്നെയായിരുന്നു. ഇനി മറ്റൊരു താരം, സവിശേഷത നിറഞ്ഞ താരം ഫെഡോർ ഷെർണിച്ച്. എഡ്രിയാൻ ലൂണയുടെ പകരക്കാരനായ ലിത്വാനിയൻ നാഷണൽ ടീമിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സ് റാഞ്ചിക്കൊണ്ടുവന്ന ഫെഡോർ ഷെർണിച്ച് ഇന്നലെ തൻ്റെ ആദ്യ ISL ഗോൾ, അതും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ ISL ഗോൾ കുറിച്ചിട്ടുണ്ടായിരുന്നു. 88-ാം മിനിറ്റിൽ ദിമിത്രോസ് ഡയമന്തക്കോസ് ഡെയ്സുക്കി സക്കായ് സഖ്യം നടത്തിയ മുന്നേറ്റത്തിൽ വലതുവിങ്ങിലേക്ക് നൽകിയ പന്തിൽ ഒരു അവിശ്വസനീയമായ ഒരു ഷോട്ടായിരുന്നു ഇന്നലെ ഗോവയുടെ വലയിലേക്ക് ഫെഡോർ ഷെർണിച്ച് അടിച്ച് കയറ്റിയത്. ശരിക്കും അസാധ്യമായ ഒരു ആംഗിളിൽ നിന്ന് തന്നെയായിരുന്നു ഫെഡോറിൻ്റെ ആ ഒരു ഗോൾ വന്നത്. സ്വാഭാവികമായി അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു ഷോട്ട് എടുക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ അത് ഔട്ട് സ്വിംഗായി വെളിയിലേക്ക് പോവുക, അല്ലെങ്കിൽ ഗോൾ കീപ്പർക്ക് അനായാസം സേവ് ചെയ്യുമെന്ന പന്ത് തന്നെയായിരുന്നു. പക്ഷേ ഫെഡോറിൻ്റെ ആ ഒരു മാസ്റ്റർ ക്ലാസ് തെളിയിക്കുന്ന ആ ഒരു ഷോട്ട് തന്നെയായിരുന്നു, ആ ഒരു ഗോൾ തന്നെയായിരുന്നു ഇന്നലെ 88-ാം മിനിറ്റിൽ കൊച്ചിയിൽ കണ്ടത്. സോ അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്നലത്തെ ആ ഒരു വിജയത്തിലെ നിർണായക പോരാളികൾ തന്നെയായിരുന്നു ഡെയ്സുക്കി സക്കായ്, ദിമിത്രോസ് ഡയമന്തക്കോസ്, ഫെഡോർ ഷെർണിച്ച് സഖ്യം. ഇനിയും ഒരുപാട് മുന്നേറിപ്പോകാനുള്ള കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് കൂടുതൽ കരുത്തേക്കും ഈ ഒരു മൂവർ സംഘത്തിൻ്റെ അറ്റാക്കിംഗ് നിരയിലെ മികച്ച പ്രകടനം. കാത്തിരിക്കാം അടുത്ത മത്സരം. നമുക്കറിയാം, എവേ പോരാട്ടമാണ് ശ്രീകണ്ഠീരവ സ്റ്റേഡിയം. ഒരിക്കലും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ മറക്കാത്ത ഭൂമി. കഴിഞ്ഞ ISLൻ്റെ പ്ലേ ഓഫ് സീസണിൽ വിവാദ ഗോളിൽ ബംഗളൂരു FCക്കെതിരെ തോറ്റു പുറത്തായ സ്ഥലം. ആ ഒരു മണ്ണിലേക്ക് പുതിയ ISL സീസണിൽ വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് തിരികെ എത്തുകയാണ്. ബംഗളൂരു FCക്കെതിരെ മാർച്ച് 3-നാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഐക്കോണിക് പോരാട്ടം വരാനിരിക്കുന്നത്. സോ ആ ഒരു മത്സരത്തിലും മികച്ച വിജയം കേരള ബ്ലാസ്റ്റേഴ്സ് നേടിയെടുക്കട്ടെ. അതിനുശേഷം പിന്നീട് മാർച്ച് 13-ാം തീയതി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്, കരുത്തരായ മോഹൻ ബഗാനോടാണ്, അതും കൊച്ചിയിലാണ് ആ ഒരു പോരാട്ടം നടക്കുന്നത്. തുടർ പരാജയങ്ങളിൽ നിന്നും കരകയറി വന്ന ബ്ലാസ്റ്റേഴ്സ് തുടർ വിജയങ്ങൾ നേടിയെടുക്കട്ടെ.